ഓക്കെ, അപ്പോൾ നമ്മൾ ഇനഫ് ഈസി വൊക്കാബ് പ്ലസിൻ്റെ ഫസ്റ്റ് ബാച്ചാണിത്. ഈ ഒരു ബാച്ചിൽ, ഈ ഒരു കോഴ്സിൽ നമ്മൾ എന്തൊക്കെ ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഈ ഒരു ഫസ്റ്റ് ഡേ ഇൻട്രൊഡക്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം. ശരി, ഒന്നാമത്തെ കാര്യം പറയട്ടെ ഗൈസ്. നമ്മളെ സമയം എത്ര മണിക്കായിരിക്കും എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് 10 മണിക്കാണ് സമയം നിശ്ചയിച്ചിട്ടുള്ള. 10 മണി രാവിലെ. ഓക്കെ, 10 AM ആണ് ഇപ്പോൾ രാവിലെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നീട് നമ്മളത് 8 മണിക്കാക്കാൻ ഒരു പ്ലാനുണ്ട്. ചിലപ്പോൾ രാവിലെ 8 മണിക്ക്, രാത്രി നമുക്കിപ്പോൾ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് രാവിലെ 8 മണിക്കാക്കാൻ പ്ലാനുണ്ട്. അത് ഭൂരിപക്ഷം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളതങ്ങനെ മാറ്റുള്ളൂ. പിന്നൊന്ന്, റെക്കോർഡഡ് ക്ലാസ് നമുക്കിതിൽ അവൈലബിൾ ആണ്. റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഗ്രൂപ്പിൽ ഇതൊരു 2 മാസത്തോളം ആ ഗ്രൂപ്പിൽ ഉണ്ടാകും. ഇതിൻ്റെ റെക്കോർഡ് ക്ലാസ്സിൻ്റെ ലിങ്ക് ഏകദേശം 2 മാസത്തോളം ഗ്രൂപ്പിലുണ്ടാകും. 2 മാസം കഴിഞ്ഞാൽ നമ്മളത് ഡിലീറ്റ് ചെയ്യും ഡിലീറ്റ് ചെയ്യും. ശ്രദ്ധിക്കുക. പിന്നെ ഇത് നമ്മൾ തുടങ്ങാൻ തന്നെ കാരണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപ് തന്നെ. നമ്മളെ 2 മന്ത് കോഴ്സ് എടുത്ത ആളുകൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും തരണം എന്നുള്ള ചിന്തയിൽ നിന്ന് ചെയ്തതാണ് ഈ ഒരു പ്ലാന് കേട്ടോ. അതായത് നമ്മളെ 2 മന്ത് കോഴ്സ്, മുമ്പ് നമ്മളത് 40 ഡേ കോഴ്സായിരുന്നു. ഇപ്പോൾ അത് 2 മന്ത് കോഴ്സാണ്. നമ്മൾ ഗ്രാമർ വൊക്കാബുലറി മിക്സ് ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നിന്ന് ആ ക്ലാസ് എടുത്ത ആളുകൾ, ഒരു തവണ സബ്സ്ക്രിപ്ഷൻ എടുത്ത ആളുകൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്ന് ചിന്തയിൽ നിന്ന് വന്നതാണ് അവർക്ക് വൊക്കാബുലറി മാത്രമായിട്ട് ഒരു ക്ലാസ് കൊടുക്കണം. കാരണം അത് വൊക്കാബുലറി പലപ്പോഴും ആളുകൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് എന്നുള്ളത് കൊണ്ട് അങ്ങനെ തുടങ്ങുന്നതാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം കൂടെ, ചില ആളുകൾ എന്നോട് ചോദിക്കും, സാറേ വൊക്കാബുലറി മാത്രമായിട്ട് കോഴ്സ് ഉണ്ടോ എന്നൊക്കെ ചില സമയത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ അതിലൊരു ചിന്ത, അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ 40 ഡേ ബാച്ചോ 40 ഡേ കോഴ്സോ 2 മന്ത് കോഴ്സൊന്നും പർച്ചേസ് ചെയ്യാത്ത ആളുകൾക്കും കയറാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ തടയണ്ട. അപ്പോൾ അങ്ങനെ അവരെ കയറുമ്പോൾ എന്ത് ചെയ്തോളൂ, ഒരു ചെറിയ ഫീസ് എന്നുള്ള നിലക്ക് 199 രൂപ അടച്ചിട്ട് കയറിക്കോളൂ എന്നുള്ള നിലക്ക് അങ്ങനെ അവർക്കൊരു ചെറിയൊരു ഫീസ് വെച്ചു എന്ന് മാത്രം. ഓക്കെ, അല്ല നമ്മളെ പ്രൈമറി ആയിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നമ്മുടെ 40 ഡേ കോഴ്സോ അല്ലെങ്കിൽ 2 മന്ത് കോഴ്സോ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് എന്നുള്ളത് മാത്രമായിരുന്നു. ഓക്കെ, ശരി. അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കുക ഗൈസ്, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാനത് തുടങ്ങിയത് എന്നുള്ള. അപ്പോൾ ഓക്കെ, ബാക്കിയും കൂടെ പറയാം. ഇനി ഒരു കാര്യം, എല്ലാ ദിവസവും ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്തതൊക്കെ പോളായിട്ട് തന്നെ നമുക്ക് ഗ്രൂപ്പിൽ വരും. അത് വേറൊരു ഫോൾഡറായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ വേറൊരു ഫോൾഡറായിട്ട് പോളിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ ഒരു ഗ്രൂപ്പിലുണ്ടായിരിക്കും. എല്ലാ ദിവസവും അത് ചെയ്ത് പോകുക കേട്ടോ. ഇനി നമ്മൾ ക്ലാസ് എടുക്കുന്നത്, ഇപ്പോൾ പാർട്ടിസിപ്പേഷൻ്റെ കാര്യം പറഞ്ഞാൽ എന്താ പറയുക, ക്ലാസ് എടുക്കുന്നത് നമ്മൾ ഒരുമിച്ചിട്ടുള്ളൊരു യാത്രയാണെന്ന് മനസ്സിലാക്കുക ഗൈസ്. നമ്മൾ ഒരുമിച്ചുള്ളൊരു യാത്രയാണ്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്, നിങ്ങളെ കൊണ്ട് എങ്ങനെയും 10 ൽ 10 20 എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 10 ൽ 10 ഇപ്പോൾ ഒരുപാട് ആളുകൾ അടിക്കുന്നുണ്ട്, അത് വലിയ സന്തോഷമാണ്. ഓക്കെ, എല്ലാവരും ആ റേഞ്ചിലേക്ക് എത്തണം. 10 ൽ 10 10 ൽ 10 10 ൽ 10 എന്നുള്ള റേഞ്ച്, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിക്ക് എത്തിക്കണം. അപ്പം അതിന് ഒരു കാര്യം, പറ്റുന്നിടത്തോളം ആളുകൾ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുക. മനസ്സിലായാലോ? ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് തോന്നുവാണ്, ഞാൻ ഇപ്പോൾ ഞാൻ വൊക്കാബുലറി എടുക്കുന്നത് നിങ്ങൾക്ക് അറിയുന്നതാണ്. അതായത് മുൻപ് എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന ആളുകൾക്ക് അറിയുന്നതാണ്. ഞാൻ വൊക്കാബുലറി എടുക്കുമ്പോൾ കോഡ് ഉപയോഗിച്ചിട്ട് പറഞ്ഞിട്ട് അത് ഓർമ്മിക്കാൻ വേണ്ടി എന്തെങ്കിലും കോഡ് പറഞ്ഞിട്ടാണ് എടുക്കാറ്. അപ്പോൾ അതിൻ്റെ കൂടെ കാര്യം പറയണം. അപ്പം ഞാനൊരു കോഡ് പറഞ്ഞു, അപ്പം നിങ്ങൾക്ക് തോന്നുകയാണ് മാഷ അതിനേക്കാൾ നല്ലൊരു കോഡ് ഇതാണല്ലോ എന്നുള്ള നിലക്ക് തോന്നിയാൽ പ്ലീസ് ഷെയർ ദ കോഡ്സ്. ഓക്കെ, റൈറ്റ്. ആ കോഡുകൾ ഷെയർ ചെയ്യുക. ഗ്രൂപ്പിലായിട്ടോ ലൈവ് ക്ലാസ്സിലോ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഗ്രൂപ്പിലായിട്ട് പറയുകയാണെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ എല്ലാവർക്കും കേൾക്കാനും പറ്റും. ലൈവ് ക്ലാസ് ആകുമ്പോൾ പിന്നെ അതിനൊരു ഭംഗം വരണ്ട എന്നുള്ള നിലക്ക്. അപ്പോൾ ഒന്നുകൂടെ ലാഗ് അടിക്കണ്ട. ലൈവ് ക്ലാസ്സിൽ പറയാതെ റെക്കോർഡ് ക്ലാസ് എന്ന് നമ്മളെ ഗ്രൂപ്പിൽ പറയുകയാണെങ്കിൽ വളരെ നല്ലത്. നിങ്ങൾ മണ്ടത്തരം എന്ന് വിചാരിക്കരുത്. നിങ്ങൾ കോഡ് പറയുമ്പോൾ ചില ആളുകൾ കരുതുന്നത് എന്താ അറിയോ, അത് മണ്ടത്തരം വിചാരിക്കരുത്. കാരണം മണ്ടത്തരമായിട്ടുള്ള കോഡുകളെ ഓർമ്മയിൽ നിൽക്കുള്ളൂ. വളരെ ഉദാത്തമായിട്ടുള്ള കോഡുകളൊന്നും ഓർമ്മയിൽ നിൽക്കില്ല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ മണ്ടത്തരങ്ങളിൽ നിന്നുള്ള കോഡുകളാണ് ഓർമ്മയിൽ നിൽക്കുക. നമ്മളിത് ചെയ്യുന്നത് എന്തിനാണ്? ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? ശരി. അപ്പോൾ നിങ്ങൾ മണ്ടത്തരം എന്ന് വിചാരിക്കാതെ നിങ്ങളത് ധൈര്യമായിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു പാർട്ടിസിപ്പേഷൻ 2 രീതിയിലാണ് നിങ്ങളെ ഒരു സഹായം വേണ്ടത്. ഒന്ന്, കുട്ടികൾക്ക്, അതായത് ഉദ്യോഗാർത്ഥികൾക്ക് പഠനം എളുപ്പമാക്കാൻ വേണ്ടി കോഡുകൾ ഷെയർ ചെയ്യുക. ഞാൻ മാക്സിമം എല്ലാതും കോഡിൽ തന്നെ പറയും.
ഞാൻ പറയുന്നതിനേക്കാൾ നല്ല കോഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ക്ലാസ്സിൽ ഒന്ന് ഷെയർ ചെയ്യുക, ഗ്രൂപ്പിലായിട്ട് ഷെയർ ചെയ്യുക. രണ്ടാമത്തേത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കാണുകയാണ്, നിങ്ങൾ എവിടെ ചോദ്യങ്ങൾ കാണുകയാണെങ്കിലും എനിക്ക് ഷെയർ ചെയ്യാം. മനസ്സിലായില്ലേ മാഷ? ഈ ചോദ്യം ഇതിനൊന്നും പറയണം, ഈ ഒരു ചോദ്യം ഞാൻ ഇവിടെ കണ്ടു നല്ലതാണെന്ന് തോന്നി, അപ്പോൾ അത് ഷെയർ ചെയ്യുക. മനസ്സിലായില്ലേ? അങ്ങനെ ഷെയർ ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ, ശരി. പിന്നൊന്നെന്നറിയാം, പ്ലാറ്റ്ഫോം ഇതേപോലെ തന്നെ നമ്മൾ ഗൂഗിൾ മീറ്റിൽ തന്നെ ആയിരിക്കും നമ്മൾ ലൈവ് ക്ലാസ് ഉണ്ടാവുക. ഇതിന്റെ റെക്കോർഡ് ക്ലാസ് ഞാൻ യൂട്യൂബിലിട്ടും. പ്രത്യേകം മനസ്സിലാക്കുക ഗൈസ്, ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നമ്മൾ മുൻപ് അങ്ങനെ തന്നെയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യാറില്ല, എന്നാലും പറയുകയാണ്, ഒരിക്കലും നമ്മളെ ലിങ്കുകൾ പുറമേക്ക് ഷെയർ ചെയ്ത് പോകരുത്. ഇനി ആരെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല, അങ്ങനെ ഉണ്ടായത്, അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാൻ പറയും. അപ്പോൾ വൊക്കാബുലറി ക്ലാസ് കിട്ടാൻ നല്ല ആഗ്രഹമുണ്ട്, 199 രൂപ എടുക്കാൻ കയ്യിൽ കാശില്ല, അങ്ങനത്തെ ഒരാളാണെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാൻ പറയും, ഞാൻ അവരെന്നെ ഫ്രീ ആയിട്ട് ക്ലാസ്സിൽ കയറ്റാം. പക്ഷെ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ ലിങ്കുകൾ പുറത്തേക്ക് കൊടുക്കാൻ പാടില്ല, ഷെയർ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു ലൈവ് ക്ലാസ് ഇൻട്രൊഡക്ഷൻ വെച്ചത്. ഇനി നമ്മൾ ഈ ഒരു കോഴ്സിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങൾ, ഇതിലേതെങ്കിലും ഭാഗം ഞാൻ ഒരു ഇതൊക്കെ നോക്കിയിട്ട് തന്നെ ചെയ്താൽ ഞാൻ എന്നാലും മനുഷ്യനല്ലേ, അറിയാതെ വിട്ടുപോകും ഏതെങ്കിലും ടോപ്പിക്ക്. അങ്ങനെ ഏതെങ്കിലും ടോപ്പിക്ക് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. നമ്മൾ ഇഡിയംസ് 3 ക്ലാസ് ആണ്, അതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് PSCയുടെ നമ്മളെ PSCയുടെ PVQസും പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് SSC PVQസും കേട്ടോ. പ്രധാനപ്പെട്ട വേറെ കുറച്ച് SSC PVQസും നമ്മളതിൽ ഉൾപ്പെടുത്തും. ഓക്കെ, ചില SSC PVQസ് ഞാനത് PDF ആയിട്ട് തരും ചെയ്യും, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റൈറ്റ്, ഇഡിയംസ് എല്ലാതും SSCയുടേത് പ്രധാനപ്പെട്ടത് ലൈവിൽ ചെയ്യും, ചിലത് നമ്മളത് PDF ആയിട്ട് തരും ചെയ്യുക. ഓക്കെ, പോളൊക്കെ ആയിട്ട് പിന്നീട് നമുക്കത് ഒന്നുകൂടെ തറാക്കാം. റൈറ്റ്, PSC PVQs എന്താണെങ്കിലും നമ്മൾ ലൈവിൽ തന്നെ ചെയ്ത് സെറ്റാക്കും, കാരണം അത് പിന്നെ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നതാണ്. ഫ്രൈസലർബും അങ്ങനെ തന്നെയാണ്, PVC പ്ലസ് SSC ആണ് വരിക കേട്ടോ. PVC പ്ലസ് SSC വരും. കളക്റ്റീവ് നോൺസും അതുപോലെ തന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സും അതുപോലെ തന്നെ എല്ലാം 3 ക്ലാസ് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. റൈറ്റ്, ഇനി അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് എടുക്കും. ഇപ്പം 30 മിനിറ്റ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്, പക്ഷെ 30 മിനിറ്റ് നിൽക്കും തോന്നണില്ല. റൈറ്റ്, ചിലപ്പോൾ അത് 45 മിനിറ്റ് അല്ലെങ്കിൽ 1 hour ഒക്കെ ചിലപ്പോൾ പോയേക്കാം ക്ലാസ് കേട്ടോ. റൈറ്റ്, അപ്പോൾ എന്താണ് ചേഞ്ച് ഓഫ് ജെൻഡർ, സ്പെല്ലിങ്, ഫോറിൻ വേർഡ്സ്, ഇതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ PVQs പ്ലസ് നമ്മളെ PSC PVQs പ്ലസ് SSC PVQs ചെയ്യണം. SSC PVQs എന്തിനു ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നതാണല്ലോ, കാരണം ടഫായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത് SSCയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ടഫാണെന്ന് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്ന് അറിയാം, അത് SSCയുടെ PVQs ആവും. കുറച്ച് ടഫായിരുന്നു എന്നുള്ള നിലക്ക് ചിന്തിക്കുന്ന ചോദ്യം വരുന്നുണ്ടെങ്കിൽ അത് SSCയുടെ PVQs ആവും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഭാഗങ്ങൾ നമുക്കത് ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. റൈറ്റ്, ഇനി വീണ്ടും പറയട്ടെ, നിങ്ങൾക്ക് അറിയുന്നതാണ് ഇംഗ്ലീഷ് വൊക്കാബുലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കടലാണ്. കടൽ എന്ന് പറഞ്ഞാൽ കടലാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതും നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതിൻ്റെ തൊട്ടടിയുള്ളതും അങ്ങനെയാണ് നമ്മളിതിൽ ചെയ്യുന്നത്. എന്നാലും ഇത് അവസാനിക്കില്ല. പക്ഷേ പേടിക്കണ്ട, ഞാൻ ഇത് നിങ്ങൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കാണുക, നല്ലൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കാണുക. റൈറ്റ്, കാരണം ഇത് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധ ക്വസ്റ്റ്യൻസിലൊക്കെ 10 ൽ 10 അടിക്കാം. എന്നാലും നിർത്തണ്ട, ഞാൻ എക്സ്ട്രാ സാധനങ്ങൾ തന്നുകൊണ്ടിരിക്കും, യൂട്യൂബിലൂടെയും നമ്മൾ ടെലഗ്രാമിലൂടെയും തന്നുകൊണ്ടിരിക്കും. റൈറ്റ്, അപ്പൊ അതിങ്ങനെ പുതിയതിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോവാ. ഗ്രാമർ ഓൾറെഡി സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇടയ്ക്ക് റിവൈസ് ചെയ്താൽ മതി. ഇടയ്ക്ക് മാത്രം ഒന്ന് റിവൈസ് ചെയ്താൽ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി ഗ്രാമർ. പിന്നെ വൊക്കാബുലറി നിങ്ങൾ പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ ഇതിൽ കവർ ചെയ്യുക കംപ്ലീറ്റ് പ്രധാനപ്പെട്ട സാധനങ്ങളാണ്. ആ പ്രധാനപ്പെട്ട സാധനങ്ങൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കോഡ് വെച്ചിട്ട് പറയണോണ്ട് നിങ്ങൾക്കത് ഓർമ്മയിൽ ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ പുറമേയുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ തരും. അത് അതിങ്ങനെ നിങ്ങളെ ലിസ്റ്റിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക, പഠനത്തിന്റെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നീട് ഇംഗ്ലീഷിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ 10 ൽ 10 എന്നുള്ളത് ഒരു മിനിമം മാർക്കായിട്ട് നമുക്ക് മാറണം. മനസ്സിലായോ? 10 ൽ 10 അല്ലെങ്കിൽ 10 ൽ 9 ആ റേഞ്ച് കേട്ടോ. ഇനി ഗൈസ് ശ്രദ്ധിക്കാം. അപ്പോൾ ഫോബിയാസ്, പിന്നെ നമ്മൾ ആനിമൽ സൗണ്ട്സ്, ആനിമൽസ് ആൻഡ് ദെയർ ഹോംസ്, ഇത് നമ്മൾ ആഡ് ചെയ്തിരുന്നത് അധികം എക്സാമിന് വരാത്തതാണ്, പക്ഷെ എന്നാലും നമ്മളത് ആഡ് ചെയ്യും. വല്ലപ്പോഴൊക്കെ എക്സാമിന് വരുന്ന ഭാഗമാണത്. ഓക്കെ, ഈ ആനിമൽ സൗണ്ട്സ്, ആനിമൽ ഹോംസ് അതുപോലെ ഫോബിയാസ് ഒക്കെ വല്ലപ്പോഴൊക്കെ എക്സാമിന് വരുള്ളൂ. സിനോണിംസിന് 3 ക്ലാസ്, ആന്റണിംസിന് 3 ക്ലാസ്. ഇതും
നമ്മൾ PSCയുടെ PQസിനാണ് പ്രാധാന്യം കൊടുക്കണേ, കാരണം അതാണ് കൂടുതലും വരുന്നത്. പിന്നെ ടഫ് വരുന്ന ചോദ്യം വരാറുണ്ട് എന്നുള്ളത് കൊണ്ട് SSCയുടെ നമ്മൾ ചേർക്കും. ശരി, പിന്നെ വരുന്ന SCRT ആണ്. SCRT ഇപ്പോൾ ഒരുവിധം ഇപ്പോൾ SCRTയുടെ PQ വൊക്കാബുലറിയുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഒരു 10 ക്ലാസ് SCRT, അത് ഞാൻ 10ാം ക്ലാസ്സും ഇത് 1ാം ക്ലാസ് എന്നല്ല കേട്ടോ, നമ്മൾ ഒരു 1ാമത്തെ ക്ലാസ്, 2ാമത്തെ ക്ലാസ്, 3ാമത്തെ ക്ലാസ് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ആദ്യത്തെ 3 ക്ലാസ് 10ാം ക്ലാസ് ആവും, പിന്നെ അങ്ങനെ 9ാം ക്ലാസ് ആവും, അങ്ങനെയൊക്കെ ആയിരിക്കാം. ഓക്കെ, ശരി. എന്താണെങ്കിലും നമ്മൾ ആ പ്രാധാന്യത്തിനനുസരിച്ചിട്ട് നമ്മളത് ചെയ്തു പോകും കേട്ടോ. റൈറ്റ്. ഇപ്പം ഇങ്ങനെ ഇത്രയാണ് ഇപ്പം നമ്മളിപ്പോൾ ഷെഡ്യൂളുള്ള. ഞാൻ പറഞ്ഞല്ലോ, ഇതോടെ അവസാനിക്കില്ല, ഇതിന് പുറമേ ഉള്ളത് ഞാൻ തന്നുകൊണ്ടിരിക്കും. യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ ടെലഗ്രാമിലൂടെയും തന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവരും ആൻസർ ചെയ്യുന്ന സാധനങ്ങൾ എന്താണെങ്കിലും കിട്ടും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പലർക്കും കിട്ടാത്ത പല ചോദ്യങ്ങളും നമുക്ക് കിട്ടണം. സോ ഇത്രയാണ് ഞാൻ പറയുന്നത്. ഇനി വേറെ കാര്യം കൂടെ ഗൈസ്, വേറെ കാര്യം കൂടെ, നിങ്ങൾക്കിതിൽ ഞാൻ ആഡ് ചെയ്യണം എന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ? ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ, ഷെഡ്യൂൾ കാണിച്ചു തന്നില്ലേ? ഇതിൽ ഞാൻ ആഡ് ചെയ്യണം എന്ന് തോന്നുന്ന സംഭവം എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ആഡ് ചെയ്യണം എന്ന് തോന്നുന്ന എന്തെങ്കിലും സാധനം ഉണ്ടോ? ഓക്കെ, പിന്നീട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ പറഞ്ഞാലും മതി കേട്ടോ. ഓൾറൈറ്റ്, ശരി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ശരി. ഇത്രയേ ഉള്ളൂ, നമ്മൾ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഇത് എന്താണെന്നുള്ളത് പറയാം എന്നുള്ളതാണ്. അവിടെ ആഡ് ചെയ്യും കേട്ടോ. So guys, thank you so much. We'll meet again next time. Till then, take care and bye guys.